ഹായ്, അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവകാഡോ, ബട്ടർ ഫ്രൂട്ട്, വെണ്ണപ്പഴം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വേറെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അതിൽ കമൻ്റായിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏത് മാസത്തിലാണ് പൂക്കുന്നത്, പൂക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വളങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നെല്ലാമുള്ള സംശയങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ജ്യൂസ്, ബട്ടർ ഫ്രൂട്ട് ജ്യൂസും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിധത്തിലുള്ള മരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ എൻ്റെ പഴയ ഞാൻ അന്നിട്ട വീഡിയോൻ്റെ ബട്ടർ ഫ്രൂട്ട് മരമാണ് കേട്ടോ. അതിൽ ഉള്ള ലാസ്റ്റ് പറിക്കുകയാണ് ഈ കായ്. ഇതിൽ മുന്നേ ഇപ്പോൾ ഒരു 3 മാസമായിട്ടോ ഇത് വിളവെടുക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഇതെല്ലാം ഒന്നിച്ച് മൂക്കില്ല, അതുകൊണ്ട് മൂക്കുന്നത് പറിക്കലാണ്. ഇപ്പോൾ അത് ലാസ്റ്റ് തീരാനായി. ഇനി അതിൽ ഒരു കായും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്ര ചെറുതായി പോയിട്ടുള്ളത്. ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചെറുതായി പോകുമല്ലോ, അതേപോലെയാണ് ഇത്. കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും കായേ ഉള്ളൂ അതിൽ കേട്ടോ. ഇനി അതിൽ പറിക്കാനൊന്നുമില്ല. അപ്പോൾ മോന് കയറി പറിച്ച്, ആരും കയറലില്ല അതിൽ. കാരണം കായിൻ്റെ വെയിറ്റ് കാരണം മരം അങ്ങനെ ചാഞ്ഞിട്ടുണ്ടാവും. അടിയിൽ കറണ്ട് കമ്പി ഉള്ളതുകൊണ്ട് കയറാൻ പേടിയാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം തീർന്ന കാരണം വെയിറ്റ് കമ്മിയായിട്ടുണ്ട്. അതുകൊണ്ട് മെല്ലെ കയറിയിട്ടുള്ളത് പറിച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് മരത്തിൽ നിന്ന് പഴുക്കില്ല. നമ്മൾ പറിച്ച് വെച്ചെങ്കിൽ മാത്രമേ ഇത് പഴുക്കുള്ളൂ. അത് താഴെ വീണാൽ പിന്നെ എന്തെങ്കിലും വന്ന് കഴിച്ച് എല്ലാം കടിച്ച് നാശാക്കിയിടും. ചിലപ്പോൾ നമുക്ക് നന്നായി കിട്ടും, ചിലത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ പറിച്ചെടുക്കണതാണ് നല്ലത്. ഞാനിങ്ങനെ തോട്ടിയിൽ ഒരു വല പോലെ സഞ്ചി കെട്ടിയിട്ട് ഇങ്ങനെ പറിക്കലാണ്. മോൻ കയറി പറിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു മരം. ഇപ്പോൾ ഇതിലിപ്പോൾ ഫ്രൂട്ടൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇത് ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും പൂവിടാൻ തുടങ്ങും. പൂവിട്ട് എങ്ങനെ ഒരു 8 മാസം വരെ ആകും ഇത് പൂവിട്ട് കായായി വിളവെടുക്കാൻ തുടങ്ങുമ്പോൾ. 8 മുതൽ 10 മാസം വരെ ആകും. ഓരോരോ കായ് ഓരോരോ ടൈമിലാണ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3 മാസത്തോളമായി എന്ന് പറഞ്ഞില്ലേ വിളവെടുക്കാൻ തുടങ്ങിയിട്ട്. നല്ല മൂത്ത കായാണെങ്കിൽ നമുക്കിതൊരു 3-ാമത്തെ ദിവസം തന്നെ പഴുത്ത് കിട്ടും. മൂത്തിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റാവും. പിന്നെ അത് കഴിക്കാനും കൊള്ളില്ല. അത് ഒരു വെള്ളച്ചൊയായിരിക്കും, കയ്പ്പുണ്ടാവും. അപ്പോൾ നല്ല മൂത്ത് പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതാണ് കേട്ടോ ഇനിയൊരു മരം. കണ്ടില്ലേ, ഇതിലെല്ലാം പൂവിട്ടിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ ആ മരത്തിൽ എല്ലാം പറിച്ച് സീസണൊക്കെ കഴിഞ്ഞ് കായൊന്നുമില്ല, മുട്ടയായി നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് വേറെ അതേപോലെ വേറൊരു മരമാണിത്. ഇതിലിപ്പോഴാണ് പൂവിടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ടൈം പറയാൻ പറ്റില്ല അത് എപ്പോൾ പൂവിടുന്നതെന്ന്. ഓരോ മരം ഓരോരോ ടൈമിലാണ് പൂക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത്. ഒക്ടോബർ ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഇത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിളവെടുക്കണ പോലെ തന്നെ ഇത് പൂവിട്ട് കായ് പുറത്ത് കാണുമ്പോഴേക്കിനും ഒരു 3 മാസം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആഗസ്റ്റ് ഇതിൽ പൂക്കാൻ തുടങ്ങിയതാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറായി. ഇപ്പോഴും അതിൽ
കായ് പുറത്തേക്ക് കാണുന്നില്ല, ചെറിയ കായൊന്നും കാണുന്നില്ല. നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ, നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ പൂക്കുന്നല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ വിളവെടുക്കാൻ സമയമാവും. ഇത് കണ്ടോ, ഇത് വേറൊരു മരം കേട്ടോ. ഇതിൽ മൊട്ട് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ പൂവിട്ട സമയത്ത് ഇപ്പോൾ ഇതിൽ മൊട്ട ആവുന്നേ ഉള്ളൂ. ഇത് ഇനി പൂവായി കായ് എല്ലാം പുറത്ത് കാണാൻ തുടങ്ങുമ്പോഴേക്കിന് 3 മാസം എടുക്കും. ഇതിപ്പോൾ അതുപോലെ വേറൊരു മരമാണ് കേട്ടോ. ഞാനിതെല്ലാം വീഡിയോ എടുക്കുന്നത് ഒരേ ടൈമിലാണ്. അപ്പോൾ ഈ മരത്തിൽ കണ്ടില്ലേ, പൂക്കളും ഉണ്ട്, അതുപോലെ കായും വന്നിട്ടുണ്ട്. കായ് ചെറുതാണ്, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. പിന്നെ പൂവിടാൻ പ്രത്യേകിച്ച് വളം എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എല്ലാ ചെടികളെയും മരങ്ങളൊക്കെ എങ്ങനെ നോക്കുന്നോ അതേപോലെ തന്നെയാണ് ഇതിനും ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ അന്ന് പറിച്ച് വെച്ചതാട്ടോ. ഇതിപ്പോൾ 3 ദിവസമായി, എല്ലാം പഴുത്തിട്ടുണ്ട്. കറക്റ്റ് പഴുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമ്മളെടുത്ത് ജ്യൂസ് അടിക്കുകയോ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരിക്കലും പുറത്ത് വെക്കാൻ പാടില്ല. അതുപോലെ ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസ് ചെയ്ത സ്ഥലത്ത് ഒരു കറുത്ത പാട് വീഴും. പിന്നെ പഴുത്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കഴിക്കാൻ ടൈമില്ല, പിന്നെ കഴിക്കാമെന്നാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലൊക്കെ എടുത്ത് അത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ 2 എടുത്ത് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഈ കുരു നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബട്ടർ ഫ്രൂട്ട് കണ്ടോ, ഇതുപോലെ ചെറിയ കറുത്ത പാടുണ്ടാവും. അത് ഇതിന് കുത്തുള്ളത് കൊണ്ടാട്ടോ. നല്ല ക്ലീനായിട്ടുള്ള ബട്ടർ ഫ്രൂട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവില്ല. പിന്നെ പഴുപ്പ് ഇത് ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ച് പ്രസ് ചെയ്താലൊക്കെ ഇതുപോലെ വരും, പഴുത്തതിൻ്റെ ശേഷം കേട്ടോ. പഴുത്തതിൻ്റെ ശേഷം പ്രസ് ചെയ്താൽ ഇതുപോലെ കറുത്ത ഉള്ളിലിങ്ങനെ കറുപ്പ് ഡാമേജ് ആവും. പിന്നെ അതോടെ ടേസ്റ്റും മാറും. അപ്പോൾ നല്ല പഴുത്താൽ നമുക്ക് തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, പെട്ടെന്ന് വരും. ഇപ്പോൾ പഴുപ്പ് കുറവാണെങ്കിൽ അത് തൊലിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രസം ഉണ്ടാവും, വെള്ളച്ചൊയൊക്കെ ആയിരിക്കും മൂപ്പ് കുറവാണെങ്കിൽ, പഴുത്തിട്ടില്ലെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, പാലും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ബട്ടർ ഫ്രൂട്ട് കുറവായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഇത് ഐസ്ക്രീം പോലെയൊക്കെയാണ് കഴിക്കാറ്. കുറച്ച് പാലൊഴിച്ചിട്ട്, പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഇതുപോലെ മൂത്തതൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇതും കുറച്ച് കുറുക്കി തന്നെ അടിച്ചിട്ടുള്ളത് കേട്ടോ, അധികം വെള്ളം പാലൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഓരോരുത്തരും ഇഷ്ടത്തിന് ഓരോരോ വിധത്തിലൊക്കെയാണ് ഇത് കഴിക്കാറ്. സാലഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ കഴിക്കും, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കും, പൊലിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്. പക്ഷെ 2 കായൊക്കെ തിന്നാൽ ഒരു നേരത്തെ ഫുഡിന് അത് തന്നെ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.